മക്കളെ ഇന്നലെ 5ാം ക്ലാസ് തജ്വീദിൽ ഞാൻ വരുന്ന ഉറപ്പ് പറഞ്ഞ 20 ചോദ്യങ്ങൾ നാളെ ആക്കിയതൊക്കെ ഉറപ്പായും ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും 4 മിനിറ്റ് കൊണ്ട് കേട്ടോളി. തൗഹീദ് എന്നാൽ എന്താണ്? അള്ളാഹു ദാത്തിലും സിഫാത്തിലും അഫ്ആലിലും ഏകനാണെന്ന വിശ്വാസത്തിനാണ് തൗഹീദ് എന്ന് പറയാം. ഷിർക്ക് എന്നാൽ എന്താണ്? ഇബാദത്തിന് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റൊരാളുണ്ടെന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇബാദത്ത് എന്നാൽ എന്താണ്? അങ്ങേയറ്റം ആദരവും ഭയഭക്തിയും ഉൾക്കൊണ്ട് പരമാവധി തായ്മ ചെയ്യലാണ് ഇബാദത്ത്. അംബിയാ മുർസലുകൾ ആരാകുന്നു? അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതന്മാരാണ് അംബിയാ മുർസലുകൾ. മുഅ്ജിസത്ത് എന്നാൽ എന്താണ്? അള്ളാഹുവിൻ്റെ ദൂതന്മാരാണെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അംബിയാ മുർസലുകൾക്ക് അള്ളാഹു നൽകുന്ന അസാധാരണ സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ആരാകുന്നു ഔലിയാക്കൾ? അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തവരാണ് ഔലിയാക്കൾ. അതിഗുരുതരമായ ഷിർക്കിനെ കുറിച്ച് അള്ളാഹു എന്തു പറഞ്ഞു? ഇന്ന ഷിർക ലദുൽമുൻ അലീം. ഇത് മിക്കവാറും പൂരിപ്പിക്കാനാണ് വരിക. ഷിർക്ക് എന്നുള്ളത് വലിയ അക്രമം തന്നെയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. പ്രവാചകന്മാരുടെ മുഅ്ജിസത്ത് എന്തായാലും ചോദിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരം, മൂസാ നബി അലൈഹിസ്സലാം വടി സർപ്പമായത്, ഈസാ നബി അലൈഹിസ്സലാം മരിച്ചവരെ ജീവിപ്പിക്കൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്റാഉ വൽ മിഅ്റാജ്. ചിലപ്പോൾ നബി തങ്ങളത് മാത്രമായിട്ട് ചിലപ്പോൾ 3 ചോദിക്കും. അപ്പോൾ അൽ ഇസ്റാഉ വൽ മിഅ്റാജ്, അതുപോലെ ഖുർആന് ചന്ദ്രൻ പിളർത്തിയത്, ഇത് 3 കേട്ടോ. കറാമത്ത് എന്നാൽ എന്താണ്? ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങളാണ് കറാമത്ത്. വലിയ എന്ന പദത്തിൻ്റെ ബഹുവചനമെന്ത്? ഔലിയാ. മാജിക്കും മുഅ്ജിസത്തും തമ്മിലുള്ള വ്യത്യാസം എന്ത്? മാജിക്ക് പഠിച്ചവർക്കെല്ലാം അവതരിപ്പിക്കാനും പരാജയപ്പെടുത്താനും കഴിയും. എന്നാൽ മുഅ്ജിസത്ത് അംബിയാ മുർസലുകൾക്ക് മാത്രമേ പ്രകടിപ്പിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു ശിക്ഷ നൽകും ആർക്ക്? അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർക്കും നിഷേധിക്കുന്നവർക്കും. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ അത്ര ഉറപ്പ് പറയാനുള്ള ഒരു 60% സാധ്യത. ഈജിപ്തിൽ ഗവർണറായ അമ്മർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ എന്തു പറഞ്ഞു? നൈൽ നദിക്കൊരു പതിവുണ്ട്. ഓരോ വർഷവും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കി നൈൽ നദിയിൽ ഇടണം, എങ്കിൽ മാത്രമേ അത് ഒഴുകൂ. അങ്ങനെ അദ്ദേഹം പരിശുദ്ധ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല എന്ന മറുപടിയൊക്കെ നൽകിയിട്ട് അടുത്ത ചോദ്യം നോക്കാം. ഇത് മിക്കവാറും പൂരിപ്പിക്കാൻ വന്നേക്കാം. മൻ ആദലി വലിയ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ചോദിച്ചേക്കാം. അർത്ഥം, എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നൈൽ നദിക്ക് എത്തിയ കത്ത് ചിലപ്പോൾ 70% പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. അത് നമ്മൾ വായിക്കണില്ല, അത് നിങ്ങൾ കാണാൻ പഠിച്ചാൽ തന്നെ പൂരിപ്പിക്കാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പോൾ പോസ്റ്റ് ചെയ്ത് കണ്ട് വായിച്ചു പഠിച്ചാൽ മതി. പൂരിപ്പിക്കാൻ വരാനാണ് ഒരു 70% സാധ്യത. അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അറിയുക, തീർച്ചയായും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, അവർക്ക് യാതൊരു ഭയവുമില്ല, അവർക്ക് ദുഃഖിക്കേണ്ടി വരികയുമില്ല. ഇതൊരു 70% പൂരിപ്പിക്കാൻ സാധ്യത. അതായത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഇടപെട്ട തീയിനോട് അള്ളാഹു പറഞ്ഞു, ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. തീയെ, നീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സുരക്ഷിതവും തണുപ്പും ആകണം. അടുത്ത ഒരു 70% സാധ്യത കേട്ടോ. ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണ പദത്തിൽ കൂടി സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ ആയത്ത് ഏതാണ്? വകുല്ലും ഫീ ഫലകി യസ്ബഹൂൻ. സൂറത്ത് യാസീനിലെ 40-ാമത്തെ ആയത്താണ് കേട്ടോ. അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിന് ഒരു ഉദാഹരണം. ഇതൊരു 70%. ആകാശലോകത്ത് നാം കാണുന്ന മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. അതുപോലെ മഹാന്മാരെ മുൻനിർത്തിയുള്ള ഈ പ്രാർത്ഥനയും അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കത്തോ ചിലപ്പോൾ ഓർഡറിലാക്കാനോ അല്ലെങ്കിൽ പൂരിപ്പിക്കാനൊക്കെ ഉണ്ടാവും. അത് 80% സാധ്യത ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം പഠിക്കുക. സാധാരണ ബുക്കിലുള്ള പഠിക്കണ പോലെ ഇത് പഠിച്ചു പോയാൽ ചിലപ്പോൾ മറന്നു എന്ന് വരും. അപ്പോൾ ഇത് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് മറക്കാത്ത രൂപത്തിൽ പഠിക്കുക. കുറച്ച് മൈന്യൂട്ടായ കാര്യങ്ങളും കൂടെ എന്തായാലും വേണം. ഉദാഹരണമായിട്ട് അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ എന്നിവർ സച്ചരിതരും സദ്വൃത്തരുമാണ്. കാരണം അതിനൊരു 40% സാധ്യത ഉള്ളതാണ്.